ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ വേണ്ടി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുക്കാറുണ്ടോ? ഹായ്, ദിസ് ഈസ് ഷുഹൈൽ അയ്യൂബ് ഖാൻ. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടാണ് ഫ്രം കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. കീവേഡ് റിസർച്ച്, കോണ്ടന്റ് റൈറ്റിംഗ്, ഓൺ പേജ് SEO ഇവയൊക്കെ മാനുവലി ചെയ്യുന്നത് ഭയങ്കര തലവേദനയാണല്ലേ. എന്നാൽ ഉപയോഗിച്ച് ഇതെല്ലാം സിമ്പിളായി ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പെർപ്ലക്സിറ്റി, യൂബർ സജസ്റ്റ്, ക്ലോഡ് AI എന്നിവ ഉപയോഗിച്ച് വർക്ക് ഫ്ലോ, SEOയ്ക്ക് വേണ്ടി ഒരു വർക്ക് ഫ്ലോ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം പെർപ്ലക്സിറ്റി ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊരു പ്രോംപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആ പ്രോംപ്റ്റ് ജസ്റ്റ് ഞാൻ ഇതിലൂടെ കോപ്പി ചെയ്യുന്നുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ പ്രോംപ്റ്റ് കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ പ്രോംപ്റ്റ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഈ പ്രോംപ്റ്റ് പെർപ്ലക്സിറ്റിയിലേക്ക് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റർ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള, അപ്പം ഇതിൽ കൊടുത്തുള്ള ഐ വാണ്ട് ടു റൈറ്റ് SEO ഫ്രണ്ട്ലി ആർട്ടിക്കിൾ അബൌട്ട്, നിങ്ങൾ ഏത് കീവേഡാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബിസിനസ്സിനോ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതിൽ ഈ SEOയ്ക്ക് വേണ്ടി ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത്, ആ ബിസിനസ്സിനോ അല്ലെങ്കിൽ ആ റിലവൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ബിസിനസ്സിന് റിലവൻ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന് നമുക്ക് റിസൾട്ടുകൾ വരും. ഇതിൽ കീവേഡ് വരുന്നുണ്ട്, സെർച്ച് വോളിയം വരുന്നുണ്ട്, ഡിഫിക്കൽട്ടി വരുന്നുണ്ട്, അതുപോലെ യൂസർ ഇൻറ്റൻറ്റ്, അത് കൊമേഴ്ഷ്യലാണോ ട്രാൻസ്ലേഷനാണോ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസർ ഇൻറ്റൻറ്റും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും, ഇൻഡെപ്ത് ആയിട്ട് എന്തുകൊണ്ട് നമ്മൾ ഇതിന് പെർപ്ലക്സിറ്റി തന്നെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് ഡീപ്പ് റിസർച്ച് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത് പെർപ്ലക്സിറ്റിയാണ്, റാദർ ദാൻ ChatGPT. അപ്പം നമ്മളിതിൽ ഉപയോഗിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് സെർച്ച് വോളിയം കാണാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ട കീവേഡ്സ്. അപ്പം ഇതിലെല്ലാ കീവേഡ്സുകളും നമ്മൾ ഏത് ബിസിനസ്സിനാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കിതിൽ ആവശ്യമുള്ള കീവേഡ് കോപ്പി ചെയ്ത ശേഷം നമ്മൾ യൂബർ സജസ്റ്റ് അല്ലെങ്കിൽ SEMrush, SEMrush അല്ലെങ്കിൽ നിങ്ങൾക്ക് SEO ടൂൾ ഏതാണോ നിങ്ങൾ റിലവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ SEO ടൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ കീവേഡ് ഇവിടെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജും ആൻഡ് ലൊക്കേഷൻ ആൻഡ് സെർച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കീവേഡ് സജഷൻസും അതിൻ്റെ ഇൻറ്റൻറ്റും അതുപോലെ സെർച്ച് വോളിയവും CPCയും അതിൻ്റെ PDയും SEO ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ്, ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 2026 എന്നുള്ളതാണ് ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്യുന്ന കീവേഡ്. ഈ കീവേഡ് തന്നെയാണ് ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ക്ലോഡിലേക്ക് പോയിട്ട് ക്ലോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോഡിൽ നമുക്ക് ആവശ്യമുള്ള ആ കീവേഡ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതിനൊരു പ്രോംപ്റ്റ് കൊടുക്കണം ക്ലോഡിന്. ആ പ്രോംപ്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഈ ഒരു പ്രോംപ്റ്റ് ഇതിലേക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റിംഗ് കീവേഡ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ കീവേഡിന് പകരം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കീവേഡ് ചൂസ് ചെയ്യാൻ പോകുന്നത് ആ കീവേഡ് നിങ്ങളിവിടെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ കീവേഡിന് പകരം നിങ്ങൾ സെലക്ട് ചെയ്ത കീവേഡ് ഇവിടെ റീപ്ലേസ് ചെയ്യുക. ഇതിലേക്ക് നേരെ നമ്മൾ ചൂസ് ചെയ്ത കീവേഡ്, യൂബർ സജസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത കീവേഡ് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് കീവേഡ് കോപ്പി ചെയ്യുന്നുണ്ട്. ആ കീവേഡ് കോപ്പി ചെയ്ത ശേഷം ക്ലോഡിലേക്ക് തിരിച്ചു വന്നു. ക്ലോഡിൽ നമുക്ക് വേണ്ട കീവേഡ് ഞാൻ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ, ഈ കീവേഡ് ബേസ് ചെയ്യുന്ന ആർട്ടിക്കിളിൻ്റെ മെറ്റാ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതിന് ടോട്ടൽ ആർട്ടിക്കിൾ, ഇതിന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ FAQs ഇതൊക്കെ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓൺ പേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓൺ പേജിലേക്ക് വേണ്ട കോണ്ടൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബ്ലോഗിലേക്ക് വരുന്ന കോണ്ടൻറ്റുകളോ ഒക്കെ നമുക്ക് ഇത് വെച്ച് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം റിസർച്ചിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് റിസർച്ച് ബേസിന് വേണ്ടി നിങ്ങൾക്ക് പെർപ്ലക്സിറ്റി ഉപയോഗിക്കാം. നിങ്ങൾ കീവേഡ് റിസർച്ചുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്തും അല്ലെങ്കിൽ വോളിയവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെർപ്ലക്സിറ്റി ഉപയോഗിക്കാം. ശേഷം യൂബർ സജസ്റ്റ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ കീവേഡിന് റിലവൻ്റ് ആയിട്ട് എത്രത്തോളം അതിൻ്റെ സെർച്ചസ് വരുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാം. വെറും ആർട്ടിക്കിളല്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ മെറ്റാ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത് തരും, ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തരും, FAQs ക്രിയേറ്റ് ചെയ്ത് തരും. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SEO ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസർച്ച് ഫേസസിൽ നിങ്ങൾക്ക് SEO ചെയ്യാൻ പറ്റും. അപ്പം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് കൊണ്ട് നമ്മൾ എടുക്കുന്ന റിസർച്ചുകൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് 1 മണിക്കൂർ, ഒരു 1 അവർ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.